നമുക്കൊരു ഷോർട്ട് ട്രിപ്പ് നാട്ടിലേക്ക് പോയി വന്നാലോ? എനിക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ നാട്ടിൽ ചെയ്ത് തീർക്കാനുണ്ട്. അതുകൊണ്ട് കുട്ടികളെ ഉമ്മച്ചിയൊക്കെ കേൾപ്പിച്ചിട്ട് ഞാനൊരു ചെറിയ വെക്കേഷൻ പോവാണ്, ഒരു 10 ഡേയ്സിലേക്ക്. മക്കൾ രണ്ടാളും സ്കൂളിൽ നിന്ന് വരുന്നതിന് മുൻപ് തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. കാരണം കണ്ടു കഴിഞ്ഞാൽ രണ്ടുപേരും ആകെ കരച്ചിലും ബഹളമൊക്കെ ആയിട്ട് അലമ്പാവും, പിന്നെ എനിക്കും വിഷമാവും. അപ്പോൾ ആ സീനൊക്കെ ഒഴിവാക്കാനായിട്ട് ഞാൻ നേരത്തെ ഇറങ്ങി. ഏർലി മോർണിംഗ് ആയിരുന്നു എൻ്റെ ഫ്ലൈറ്റ്. കണക്ഷനാണ്. ഷാർജയിൽ ഒരു 4 hour ലേ ഓവർ ഉണ്ട്. ഷാർജയിൽ എത്തിക്കഴിഞ്ഞാൽ അടുത്ത 4 hours എങ്ങനെ തള്ളി നീക്കുമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ. പിന്നെ അവിടുത്തെ ഡ്യൂട്ടി ഫ്രീ കണ്ടു കഴിഞ്ഞപ്പോൾ ആ വിഷമൊക്കെ അങ്ങ് മാറി. 4 hours ഒക്കെ നിസ്സാരമായിട്ട് വിൻഡോ ഷോപ്പിംഗ് ചെയ്ത് എനിക്ക് കളയാൻ പറ്റും. ആദ്യം തന്നെ ഹഡ്സൺ കഫേയിലേക്കാണ് ഞാൻ വന്നത്. ഒരു കോഫിയൊക്കെ കുടിച്ച് കുറച്ച് സമയം അവിടെ ഇരുന്നു. അവിടെ നല്ല ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റ്സും സവനിയേഴ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. മൊത്തത്തിലുള്ള വൈബ് എനിക്കിഷ്ടമായി. ഞാൻ നെച്ചുവിന് എല്ലാവർക്കും കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ അവിടെ നിന്ന് വാങ്ങി. അതിനുശേഷം ഞാൻ ഡ്യൂട്ടി ഫ്രീയിലേക്ക് വന്നു. പെർഫ്യൂംസ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ നോക്കിയത്. എനിക്ക് പെർഫ്യൂംസ് ഭയങ്കര ഇഷ്ടമാണ്. ഐ ജസ്റ്റ് ലവ് സ്മെല്ലിംഗ് ഗുഡ്. ഞാൻ എൻ്റെ പെർഫ്യൂംസ് കൂടുതലും എയർപോർട്ട് ഡ്യൂട്ടി ഫ്രീയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. കാരണം നല്ല പ്രൈസ് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോഴേക്കും എൻ്റെ ഫ്ലൈറ്റിനും ടൈമായി, ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കൊച്ചി എത്തി കഴിഞ്ഞപ്പോൾ ആസ് യൂഷ്വൽ ഞാൻ അവിടുത്തെ ഡ്യൂട്ടി ഫ്രീയിലും കയറി. എനിക്കൊരു പെർഫ്യൂം വാങ്ങിക്കണമായിരുന്നു. ഞാനത് ഷാർജയിൽ നിന്ന് വാങ്ങിച്ചില്ല, കുറച്ചും കൂടെ ലാഭം നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. ഇവിടെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ടായിരുന്നു. ഈ ക്ലോയും വെർസാഷെ ബ്രൈറ്റ് ക്രിസ്റ്റലൊക്കെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് ആണ്. ഞാൻ ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു ഹൈ എൻഡ് പെർഫ്യൂം ആയിരുന്നു വെർസാഷെ ബ്രൈറ്റ് ക്രിസ്റ്റൽ. ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഞാനിത് തീരുന്ന അനുസരിച്ച് റീസ്റ്റോക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇനിയുള്ള നാട്ടിലെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ. ബൈ ബൈ.